പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സംവിധാനമാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ചെയ്യുന്നതെന്ന് പ്രശാന്ത് ശിവൻ വിമർശിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി.സി. നേതാക്കളും ഇൻഡയറക്റ്റായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. പാലക്കാട് തൃക്കണ്ണാപുരത്തെ രാഹുൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ CCTV പരിശോധിക്കണം. പാലക്കാട് എം.എൽ.എ. സ്ഥാനം രാജിവെച്ച് തുടർ നടപടികളിലേക്ക് കടക്കണമെന്നും സമരം തുടരുമെന്നും പ്രശാന്ത് ശിവൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സ്ക്രീൻഷോട്ട് അയച്ചു തന്നിരുന്നു. ധൈര്യമായി മുന്നോട്ടു പോകാനാണ് അന്ന് താൻ അവരോട് പറഞ്ഞിരുന്നത്. മറുപടി പറയേണ്ട കാര്യങ്ങളിൽ നിന്ന് രാഹുൽ ബോധപൂർവം ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തിരിക്കുന്നതെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു. അവന്തികയുടെ ആരോപണം നിഷേധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരുന്നു. തന്നെ കുടുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് അവന്തിക ഒരു ചാനൽ റിപ്പോർട്ടറിനോട് പറയുന്ന ഫോൺ കോളിന്റെ ഓഡിയോ ക്ലിപ്പ് രാഹുൽ പുറത്തുവിട്ടിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ട്രാൻസ് വനിത അവന്തികയും രംഗത്തെത്തിയിരുന്നു. രാഹുൽ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് തന്റേത് തന്നെയെന്ന് അവന്തിക പറഞ്ഞു. മാധ്യമപ്രവർത്തകനുമായി സംസാരിച്ച ദിവസം വിവാദങ്ങൾ ഉയർന്നിരുന്നില്ല. ആ സമയത്ത് തനിക്ക് ഭയമുണ്ടായിരുന്നു. നടിയുടെ വെളിപ്പെടുത്തലിന് ശേഷമാണ് പ്രതികരിക്കാൻ ധൈര്യമുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നതെന്നും അവന്തിക പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ശബ്ദരേഖയിൽ ബി.ജെ.പി. ഗൂഢാലോചന നടന്നോ എന്ന് സംശയമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞു. ഇതിൽ അന്വേഷണം വേണമെന്ന് സന്ദീപ് പറഞ്ഞു. പാലക്കാട് ജില്ലാ അധ്യക്ഷനോട് സംസാരിച്ചതായി ആരോപണം ഉന്നയിച്ചവർ പറയുന്നു. പാലക്കാട് ജില്ലാ അധ്യക്ഷന്റെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കണമെന്നും യുവമോർച്ചയിൽ നിന്നും മാറ്റി നിർത്തിയത് എന്തിനെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. എന്നാൽ കടുത്ത ആരോപണങ്ങൾ ഉയരുമ്പോഴും പാർട്ടി നേതാക്കൾ രാജിസൂചന നൽകുമ്പോഴും രാജിവെക്കില്ലെന്ന സൂചനയാണ് രാഹുൽ മാങ്കൂട്ടം നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കുമെന്ന് ഉറപ്പായതോടെ സന്ദീപ് വാര്യരും പ്രതിസന്ധിയിലാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായാണ് സന്ദീപ് വാര്യരെ കണ്ടം ചാടിച്ച് കോൺഗ്രസിൽ എത്തിച്ചത്. പാലക്കാട് ബി.ജെ.പി. സീറ്റ് നിഷേധിച്ചതിലുള്ള നിരാശയാണ് സന്ദീപിനെ പാർട്ടി മാറാൻ പ്രേരിപ്പിച്ചത് എന്ന് വ്യക്തമാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വോട്ടുമായി ജയിച്ചതോടെ രണ്ട് അവകാശവാദങ്ങൾ ശക്തമായിരുന്നു. സന്ദീപിലൂടെ ബി.ജെ.പി. വോട്ട് കോൺഗ്രസിന് മറിഞ്ഞു എന്നതും SDPIയുടെ പിന്തുണയും. പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം സന്ദീപ് വാര്യർ കോൺഗ്രസ് വേദികളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വി.ഡി. സതീശന്റെ രാഷ്ട്രീയ വിജയമായാണ് രാഹുൽ മാങ്കൂട്ടത്തിലും സന്ദീപ് വാര്യരും അവതരിപ്പിക്കപ്പെട്ടത്. പിന്നീട് നടന്ന നിലമ്പൂർ ഇലക്ഷൻ പ്രചരണത്തിലും സന്ദീപിന് പ്രാധാന്യം ലഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പാക്കിയ സ്ഥാനാർത്ഥി എന്ന മട്ടിലാണ് സന്ദീപിന്റെ സമീപകാല പ്രവർത്തനങ്ങൾ. തൃശൂരിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി സന്ദീപ് പെരുമാറുന്നു എന്ന പരാതി അവിടെ തന്നെ പാർട്ടിയിൽ ഉയരുകയും ചെയ്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുകയാണിപ്പോൾ. ഇലക്ഷൻ ഫണ്ടായി വന്ന വലിയ തുകയെ ചൊല്ലിയുള്ള പരാതികളും അഴിമതി ആരോപണങ്ങളും കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ പരാതികളായി എത്തിയെന്ന് സൂചനയുണ്ട്. നീലപ്പെട്ടിയിൽ വന്ന പണം എന്ന നിലയ്ക്ക് വിവാദമായ അതേ തുകയാണോ ഇപ്പോഴത്തെ കാണാതായ തുകയെന്ന സംശയങ്ങളും ഉയരുന്നുണ്ട്. നീലപ്പെട്ടി നുണയായിരുന്നു എന്ന വാദം പൊളിയുമോ എന്ന ആശങ്കയും ഇപ്പോൾ ഉയരുന്നുണ്ട്.